നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്നത്തെ റീഡിങ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ അവർക്ക് റിഗ്രറ്റ് ഉണ്ട്. നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്നല്ല അല്ലേ, അവർ വിഷമിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ. അപ്പോൾ അതിൻ്റെ റിഗ്രറ്റ് അവർക്കുണ്ട് എന്നൊരു എനർജി ആണ് എനിക്ക് പിക്ക് ചെയ്യുന്നത്. സോ നമുക്ക് അതിൻ്റെ നോക്കാം. അവർക്ക് എന്താണ് ശരിക്കും ഫീൽ ചെയ്യുന്നത് നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം. അവർക്ക് അതിൻ്റെ കുറ്റബോധം ഉണ്ടോ, അവരുടെ മനസ്സിൽ ആ ഒരു കുറ്റബോധം ആൻഡ് അവർ ചെയ്തതിൻ്റെ റിഗ്രറ്റ് അവർക്കുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. നിങ്ങളുടെ പേഴ്സൺ റിഗ്രറ്റ് ചെയ്യുന്നു എന്താണ് ഒരു മനസ്സിൽ റിഗ്രറ്റിംഗ്. 3 of Cups, Queen of Cups, Nine of Coins, 8 of Swords. Card please. 10 of Coins. Okay, sorry. ഓക്കെ, ഫസ്റ്റ് തിങ് ആണ് എനിക്ക് കാണുന്നത്. ഓക്കെ, എന്തായാലും എനിക്ക് Seven of Swords, 5 of Swords, 4 of Cups, 7 of Wands, the Chariot, and the Sun, 2 of Swords, 5 of Wands. ഓക്കെ, ജസ്റ്റ് നോക്കിയതാണ്. ഓക്കെ, ഇവിടെ എനിക്ക് മെയിനായിട്ട് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ. ഐ തിങ്ക് ഒരു തേർഡ് പാർട്ടി ഒരു എനർജി എനിക്ക് പിക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അതൊരു ലൈക്ക് റിലേഷൻഷിപ്പ് ആവണം നിർബന്ധമില്ല. കുറച്ച് പേർക്ക് ഇവിടെ എനിക്ക് ഫ്രണ്ട്ഷിപ്പ് എന്നാണ് എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ച് പേർക്ക് ഫ്രണ്ട്സ്, അതായത് നിങ്ങളുടെ പേഴ്സൺ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്ത പോലെ. അതായത് ഫ്രണ്ട്സിൻ്റെ വാക്ക് കേൾക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക നിങ്ങൾക്ക് തരാതെ. കൂടുതൽ ഇമ്പോർട്ടൻസ് ഫ്രണ്ട്സിനാവുക, അങ്ങനെ എന്തെങ്കിലും. അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി വെറുതെ ഒരു എൻജോയ്മെൻറ്റ് എന്ന രീതിയിൽ അവർ വേറെയും ആരോടെങ്കിലും സംസാരിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ അതുണ്ടാവാം. കുറച്ച് പേർക്ക് ഈവൻ ലൈക്ക് ഒരു ശരിക്കും ഒരു വേറെ തേർഡ് പാർട്ടി ആയിട്ടും ഉണ്ടാവാം, അങ്ങനെയും ആവാം. 10 of Coins ഉണ്ട്. സോ മേ ബി ഒരു ഫാമിലി, അവരുടെ ഫാമിലി ആണെങ്കിൽ ഫാമിലിക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തു, അല്ലെങ്കിൽ ഫ്രണ്ട്സിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വേറെ ആരോടെങ്കിലുമൊക്കെ സംസാരിക്കുക, ജസ്റ്റ് ഒരു ടൈം പാസ് പോലെ ആരോടെങ്കിലും സംസാരിക്കുക, കുറച്ച് സമയങ്ങൾ ഫ്രണ്ട്സ് പോലെ സ്പെൻഡ് ചെയ്യുക, ടൈം സ്പെൻഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ. സോ ഇവിടെ അതൊക്കെ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ഫീലിങ്സ്, അതായത് ക്വീൻ ഓഫ് കപ്സ് എനർജി ഉണ്ട്. നിങ്ങൾ അവരെ വളരെയധികം കെയർ ചെയ്തിട്ടുണ്ട്. എന്ത് കാര്യത്തിലും നിങ്ങളാണ് ലൈക്ക് അവരെ കൂടെ നിന്നിട്ടുള്ളത്. നിങ്ങൾ അവരെ അത്രയും കെയർ കൊടുത്ത് സ്നേഹം കൊടുത്തൊക്കെ നിങ്ങൾ നിന്നിട്ടുണ്ട്. പക്ഷേ എവിടെയോ അവർ നിങ്ങളെ ചൂസ് ചെയ്യാതെ അവർ സ്വന്തം കാര്യം മാത്രം നോക്കി എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. അവർ സ്വന്തം ഇഷ്ടം, സ്വന്തം ആ ഒരു ഇത് നിങ്ങളെ വിട്ടുകളഞ്ഞു എന്നല്ല, പക്ഷേ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്ന പോലെ, നിങ്ങളെ കുറച്ച് മാറ്റി നിർത്തുന്ന പോലെ, അകറ്റി നിർത്തുന്ന പോലെ, അല്ലെങ്കിൽ അവർ കൂടുതൽ സമയങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പോലെ, വേറെ കാര്യങ്ങൾക്ക് കൊടുക്കുന്ന പോലെ നിങ്ങൾക്ക് പ്രയോറിറ്റി തന്നിട്ടില്ല. നിങ്ങൾക്കല്ല അവർ പ്രയോറിറ്റി തന്നത്. വേറെ കാര്യങ്ങൾക്ക് അവർ പ്രയോറിറ്റി കൊടുത്തു. ആൻഡ് ഇവിടെ 9 of Coins പറയുമ്പോൾ അവർ സ്വന്തം ഇഷ്ടം ആക്ച്വലി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. അതാണ് മെയിനായിട്ട്. കുറച്ച് സെൽഫിഷായി എന്ന് തന്നെ പറയാം. അവരൊന്ന് സെൽഫിഷിന് മലയാളം വാക്ക് പെട്ടെന്ന് വിട്ടുപോയി. എനിവേ, സോ സെൽഫിഷായി എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ഇപ്പോൾ അവർ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് കുറച്ച് പേർക്ക് സ്റ്റക്കുമായിരിക്കാം കേട്ടോ. കുറച്ച് പേർക്ക് ആക്ച്വലി അവർ ലൈഫിൽ തന്നെ അവർ സ്റ്റക്കാണ് എന്നുള്ള, അതിപ്പോൾ ഫാമിലിയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും അവർ സ്റ്റക്കാണ് എന്നുള്ളൊരു എനർജി വരുന്നുണ്ട് എനിക്ക്. പക്ഷേ മെയിനായിട്ട് ഇവിടെ നിങ്ങളെ മാറ്റി നിർത്തിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പകരം അവർ ബാക്കി കാര്യങ്ങൾക്കൊക്കെയാണ് പ്രയോറിറ്റി കൊടുത്തത് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഇവിടെ 7 of Swords ഉണ്ട്. കുറച്ച് പേർക്ക് മറിച്ച് ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ അവർ നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടില്ല. അഗെയിൻ അതിപ്പോൾ വലിയ വലിയ സീക്രട്സ് ആവണം നിർബന്ധമില്ല. പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഒന്ന് മറയ്ക്കുന്ന രീതിയിൽ, മേ ബി നിങ്ങളോടുള്ള ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനും അത് ചെയ്തിട്ടും ഉണ്ടാവില്ല, അതും മാറ്റി വെച്ചിട്ടുണ്ടാവും, മറച്ചിട്ടുണ്ടാവും. എപ്പോഴും നിങ്ങളോട് ലൈക്ക് ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഇല്ല. ചില കാര്യങ്ങൾ നമ്മൾ പറയില്ലേ, അവോയ്ഡ് ചെയ്ത് നടക്കുക, തുറന്ന് പറയാതിരിക്കുക. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും ഒക്കെ നിങ്ങളോട് തുറന്ന് പറയാനില്ല. അങ്ങനത്തെ ഒരു എനർജിയൊക്കെ എനിക്ക്, അവോയ്ഡിങ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ കുറച്ച് അവോയ്ഡ് ചെയ്യുന്ന തരത്തിൽ. അതിൻ്റെ ഇവിടെ 5 of Swords അഗൈൻ കോൺഫ്ലിക്റ്റ്. നിങ്ങൾ ആ പേരിൽ നിങ്ങൾ തമ്മിൽ ഐ തിങ്ക്
വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ ഒരുപാട് വന്നിട്ടും ഉണ്ടാവും. അവർക്കത് കാരണം അവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള അറിയാം. പക്ഷെ അവർ ഡിഫെൻസീവായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ തർക്കുത്തരം പറയുക, അല്ലെങ്കിൽ നിങ്ങളോട് നിങ്ങളാണ് കുറ്റം എന്ന നിങ്ങളാണ് തെറ്റ് എന്ന രീതിക്ക് പറയാൻ ശ്രമിക്കുക. സോ എവിടെയോ കുറേയൊക്കെ അവർ അവനവൻ്റെ ഒരു സെൽഫിഷ് നേച്ചറാണ്, ഒരു അല്പം സെൽഫിഷ് ആയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇതവർ വേണം വെച്ച് മോശമായതുകൊണ്ട് എന്നല്ല, അങ്ങനെ എടുക്കരുത്. പക്ഷെ ചില സ്വഭാവങ്ങളാണ്, ചില സമയത്തുള്ള ചില ക്യാരക്ടറിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, എവിടെയോ അവർ സ്വന്തം കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും ചോദ്യം ചെയ്താൽ അവർക്കത് ഇഷ്ടമല്ല. ഓക്കെ, അവിടെ ചോദ്യം ചെയ്യുമ്പോൾ അവർക്കറിയാം തെറ്റാണ് എന്നുള്ളത്, അവർക്ക് മനസ്സിലാക്കുന്നുണ്ട് നന്നായിട്ട്. പക്ഷേ നിങ്ങളെ വേണം വെച്ച് തോൽപ്പിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അതായത് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് എതിർത്ത് നിൽക്കാൻ ശ്രമിക്കാം. നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന തരത്തിൽ അവർ ബിഹേവ് ചെയ്യുക. ചിലപ്പോൾ വേണം വെച്ച് ചിലപ്പോൾ പലതും നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിലടക്കം വാക്കുകൾ ഉപയോഗിച്ചു എന്ന് വരും, ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് വരും. നിങ്ങളുടെ എന്തെങ്കിലും ഒരു തെറ്റ് എവിടെന്നെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എടുത്ത് ചിലപ്പോൾ അതിനെ പിടിച്ച് നിൽക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. വേണം വെച്ച് നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അവർ തോറ്റു തരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ ഒരു ശ്രമം. അവിടെ 4 of Cups ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഐ തിങ്ക് നിങ്ങൾ ഒരുപാട് അവരുടെ പുറകെ പോയിട്ടുണ്ടാവും. ഓക്കെ, അവരെ പിന്നാലെ അവരെ കാര്യങ്ങൾ അന്വേഷിക്കുക, അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുക, അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത് കാണും. ബട്ട് പേഴ്സൺ നിങ്ങൾ എവിടേക്കോ ഇഗ്നോർ ചെയ്ത ഒരു ഫീലിംഗ് എനിക്ക് വരുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങളുടെ ആ ഒരു വാല്യൂ തിരിച്ചറിയാതെ പോയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഒരു ബ്ലെസ്സിങ് ആയിട്ട് അവർക്ക് പലതും അവർക്ക് കിട്ടിയതാണ്, അവരെ കയ്യിലുള്ളത്. അവർക്ക് അതിൽ അഗൈൻ 3 കപ്പ് ഇവിടെ ഉണ്ട്, ഇതിലും 3 കപ്പാണ്. ഒരു കപ്പ് നമ്മൾ ബ്ലെസ്സിങ് ആയിട്ട് വരുന്നു എന്നാണ് പറയാം. ഓക്കെ, സോ ഇവിടെ അവരെ കയ്യിലുള്ളതിൽ ഒക്കെ ആയിരുന്നു അവർക്ക് ശ്രദ്ധ. പക്ഷേ നിങ്ങൾ കൊടുത്ത ആ ഒരു പ്യുവറായിട്ടുള്ള ഒരു സ്നേഹത്തിനും ഇതിനും അവർ വാല്യൂ തന്നിട്ടില്ല. ഓക്കെ, അവർ നിങ്ങളെ ശ്രദ്ധിക്കാതെ വേറെ പല കാര്യത്തിലേക്കായിരുന്നു അവരുടെ ശ്രദ്ധ എന്ന് പറയാം. എവിടെയോ ഒരു ഇഗ്നോറിങ് അല്ലെങ്കിൽ ഒരു അവോയ്ഡിങ് എന്ന രീതിക്കൊക്കെ നമുക്ക് പറയാം. 7 of Wands ഉണ്ട്. യെസ്, ഡിഫെൻസീവ് ആവുന്ന കാര്യം ഞാൻ പറഞ്ഞു. അഗൈൻ ഇത് രണ്ടും സിമിലർ എനർജിയാണ് ഇവിടെ വരുന്നത്. അതായത് നിങ്ങളോട് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാലൊക്കെ വല്ലാതെ ഡിഫെൻസീവ് ആവാം. കാരണം അവർക്ക് അറിയാം തെറ്റുകൾ ചെയ്യുന്നുണ്ട് എന്നവർക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി സമയം തരുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുന്നില്ല, അതവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അത് മറയ്ക്കാൻ വേണ്ടി നിങ്ങളോട് ആർഗ്യുമെൻ്റ് ആയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ തർക്കിച്ച് നിൽക്കുക, അങ്ങനെ ആ രീതിക്ക് അവരൊരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ചാരിയറ്റ് ഉണ്ട് ഇവിടെ. ഓക്കെ, അവർ നിങ്ങളെ ചൂസ് ചെയ്തില്ല എന്ന രീതിക്കും എനിക്ക് തോന്നുന്നുണ്ട്. ബട്ട് ഇവിടെ ബോട്ടം എവിടെയോ സൺ, 2 of Swords, 5 of Wands. യെസ്, കോമ്പറ്റീഷൻ എന്ന രീതി കാണുന്നുണ്ട്. അറ്റൻഷൻ, യെസ്, അവരുടെ അറ്റൻഷൻ ഡിവൈഡഡ് ആയിരുന്നു എപ്പോഴും. ഓക്കെ, അവരുടെ അറ്റൻഷൻ എപ്പോഴും മറ്റു കാര്യങ്ങൾക്കൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. പല കാര്യങ്ങൾക്ക് ഫാമിലി ആവാം, ജോലി ആവാം, ഫ്രണ്ട്സ് ആവാം. സോ അങ്ങനെയൊക്കെ ഒരു എനർജി ആണെങ്കിൽ വരുന്നത്. അവരുടെ അറ്റൻഷൻ ഇവിടെ ഒരു ഫോക്കസ് അവർക്ക് നിങ്ങളുടെ മേലെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. അവർ നിങ്ങളെ ചൂസ് ചെയ്തില്ല. ചോയ്സ് അവർക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, അവർക്ക് സ്നേഹം ഇല്ലാഞ്ഞിട്ടുമല്ല. പക്ഷേ എവിടെയോ അവർ നമ്മൾ പറയില്ലേ, ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എന്ന് പറയാം. കാരണം നിങ്ങളെപ്പോഴും അവൈലബിൾ ആയിരുന്നു. ഓക്കെ, നിങ്ങളെപ്പോഴും അവർക്ക് വേണ്ടി അവൈലബിൾ ആണ്, നിങ്ങളെപ്പോഴും അവർക്ക് വേണ്ടി നിലനിൽക്കുന്നുണ്ട്. ഒന്നും എല്ലാം വിട്ടുകൊടുത്ത് നിങ്ങൾ അവർക്ക് താണു കൊടുക്കും. പക്ഷേ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുടെ ഒരു വാല്യൂ ഇല്ലാതെയായി എന്ന് വേണമെങ്കിൽ പറയാം. ലവേഴ്സ് എനർജി ആയിരുന്നു അത്. എനിവേ, ഓക്കെ, അവരുടെ ഫീലിങ്സ് ഒന്നും എടുക്കുന്നുണ്ട് ഞാൻ. ഓക്കെ, അവർക്ക് നിങ്ങളോട് ആക്ച്വലി ശരിക്കും എന്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. ലെറ്റ്സ് സീ. ഡെത്ത്, 5 of Coins, 9 of Wands, Queen of Wands and 6 of Cups. മിസ് ചെയ്യുന്നുണ്ട് ഇപ്പം നിങ്ങൾ ഒരുപാട്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. Ace of Cups ഉണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ശരിക്കും. ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് ഇപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ഐ തിങ്ക് ഇങ്ങനെ ഈ വിഷമങ്ങളൊക്കെ അനുഭവിച്ച് ഐ തിങ്ക് നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കാൻ നിങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, നിങ്ങൾ വളരെ അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഒരു എനർജിയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ഇപ്പോൾ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഇവിടെ എൻഡിങ് കാണുന്നുണ്ട്. ഡെത്ത് എന്ന് പറയുമ്പോൾ എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് എന്നാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ ഉണ്ടാവാം, അകൽച്ച ഉണ്ടാവാം. പൂർണ്ണമായിട്ട് വിട്ടുപോയി എന്ന് എടുക്കണ്ട. അങ്ങനെ എല്ലാവർക്കും ഉള്ള ഇത് ഞാൻ എല്ലാവർക്കും മാച്ചായിട്ട് പറയാൻ ശ്രമിക്കും. സോ എന്തെങ്കിലും ഒരു അകൽച്ചയെങ്കിലും നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാം. ഓക്കെ, സോ ഇവിടെ എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ 9 of Wands. യെസ്, നിങ്ങൾ ഒരു അകൽച്ച വെച്ച പോലെ തന്നെയാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. നിങ്ങളൊരു ബൗണ്ടറി വെക്കുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പഴയ പോലെ അവൈലബിൾ ആയിരിക്കില്ല. ഇപ്പോൾ നിങ്ങൾ ആ Queen of Cups നിന്ന് Queen of Wands എനർജി വന്ന പോലെയാണ്. ലേഡീസ് ആവണമെന്നില്ല, അഗൈൻ ജെൻസ് ആയാലും ശരി. ഓക്കെ, നിങ്ങൾ എനർജീസ് എടുക്കുക. അതായത് നിങ്ങൾ ഇതുവരെ അങ്ങോട്ട് ഒരുപാട് സ്നേഹവും കെയറും കൊടുത്ത് എപ്പോഴും അവൈലബിൾ ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കാൻ തുടങ്ങി. നിങ്ങൾ കുറേയൊക്കെ പഠിച്ചു. ഓക്കെ, നിങ്ങൾ ആ പേഴ്സണിനെ കണ്ട് നിങ്ങൾ പഠിച്ചു. ഓക്കെ, നിങ്ങളിപ്പോൾ നിങ്ങളെ തന്നെ ഒന്ന് കെയർ ചെയ്യാൻ തുടങ്ങിയ പോലെ, നിങ്ങൾ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയ പോലെ, അല്ലെങ്കിൽ ഇങ്ങനെ ആവാ. ഓക്കെ, പ്ലീസ് നിങ്ങളിങ്ങനെ ആവണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ അപ്പം നിങ്ങളെ നഷ്ടപ്പെടുന്ന ഒരു പേടി ഇപ്പോൾ അവർക്ക് വന്നിട്ടുണ്ട്. 5 of Pentacles ആണ്. ഇപ്പോൾ അവർ തനിച്ചായ പോലെ അവർക്ക് തോന്നുന്നുണ്ട്.
നിങ്ങളിപ്പോൾ അവർക്ക് അറ്റൻഷൻ കൊടുക്കുന്നില്ലെങ്കിൽ, ഓക്കെ, നിങ്ങളിപ്പോൾ അവരെ കുറച്ചൊക്കെ ഒന്ന് അകറ്റി നിർത്തുന്നു, മാറ്റി നിർത്തുന്നു, നിങ്ങളൊരു ബൗണ്ടറിയൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ മനസ്സിൽ നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഫുൾ ഏനോ എന്തെങ്കിലും നിങ്ങൾ കിടന്ന് കരയുന്നുണ്ടാവും, പക്ഷെ അവരെ മുമ്പിൽ കാണിക്കാതിരിക്കുക, അതാണ് വേണ്ടത്. ഓക്കെ, അവർ മുമ്പിൽ അത് കാണിക്കരുത്, അവർക്കത് അറിയരുത്. ഓക്കെ, നിങ്ങളെന്ത് വിഷമിക്കുന്നു, എത്രത്തോളം വിഷമിക്കുന്നു, അവരുടെ ഉള്ളിൽ വിഷമങ്ങളൊക്കെ ഉണ്ടില്ല എന്നൊന്നുമല്ല, പക്ഷെ അവർ നിങ്ങളെ മുമ്പിൽ കാണിക്കുന്നില്ല. അതേപോലെ നിങ്ങൾ ചെയ്യൂ. ശരിക്കും പഠിക്കുക, മിററിങ് എന്ന് പറയും. അതായത് അവരെങ്ങനെയാണ് ചെയ്യുന്നോ അത് കണ്ട് നിങ്ങൾ പഠിക്കൂ, അതേപോലെ ഫോളോ ചെയ്യൂ. അവരൊരു മെസ്സേജ് ഇട്ടിട്ട് ഒരു 2 വാക്കിൻ്റെ മെസ്സേജ് ഇട്ടാൽ നിങ്ങളും അതേപോലെ 2 വാക്കിൻ്റെ മെസ്സേജ് കൊടുത്താൽ മതി. അവർ 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് റിപ്ലൈ തരുന്നതെങ്കിൽ നിങ്ങൾ 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ റിപ്ലൈ കൊടുത്താൽ മതി. സോ ഇങ്ങനെ നിങ്ങൾ അവരെങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ നിങ്ങൾ ഫോളോ ചെയ്യൂ. അവർ നിങ്ങൾക്കൊരു മെസ്സേജ് ഇട്ടിട്ട് ഹായ് എന്ന് പറഞ്ഞാൽ മതി, അത്രേ മതി, അതിനപ്പുറം പോകരുത്. അതാണ് നമ്മളുടെ പവർ. നിങ്ങളുടെ പവർ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഹായ് എന്ന് മാത്രം പറയാം. ഇങ്ങനെ എവിടെയായിരുന്നു ഇത്ര ദിവസം, എന്താ സംസാരിച്ച്, ഒന്നും ചോദിക്കരുത്. ഹായ് എന്ന് പറഞ്ഞ് നിർത്തൂ, നിങ്ങൾ പോവും. നോക്കിക്കോളൂ, അവരുടെ ഭാഗത്ത് നിങ്ങളുടെ ഇനിഷ്യേഷൻ വരും. അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. പ്ലീസ് ഇത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇതുപോലെ ഞാൻ എപ്പോഴും പറയാൻ ശ്രമിക്കാറുണ്ട്. സോ പ്ലീസ് ഇത് ഫോളോ ചെയ്യാം. പ്രത്യേകം ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ പ്ലീസ് ഫോളോ ദിസ്. ഓക്കെ, നിങ്ങൾ ഇത് കോൺഫിഡൻ്റ് ആവുക. നിങ്ങളുടെ പവർ നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിൽക്കുമ്പോൾ ആക്ച്വലി ഇപ്പോഴാണ് അവർക്ക് ആ മിസ്സിങ് എനർജി വരുന്നത്. ഇപ്പോൾ അവർ ശരിക്കും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു എനർജി, നിങ്ങളുടെ എനർജി ഇപ്പോൾ അവർക്ക് കിട്ടുന്നില്ല, അതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ എന്താ എപ്പോഴും 24/7 അവരെക്കുറിച്ച് ഓർത്തിരിക്കുന്ന ഒരു എനർജിയിലാണെങ്കിൽ ഇപ്പോൾ എവിടേക്കോ നിങ്ങളിലേക്ക് തിരിയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ മിസ്സിങ് തീർച്ചയായിട്ടും വരും. അതിനിവിടെ കിങ് ഓഫ് വാൻസ്, യെസ്, ഇവിടെ ക്വീൻ ഓഫ് വാൻസ്, കിങ് ഓഫ് വാൻസ്. ഇപ്പോൾ അവർ നിങ്ങളുമായിട്ട് മാച്ച് ആവാൻ തുടങ്ങി. ഇപ്പോൾ ആ ഒരു വൈബ് നിങ്ങൾ തമ്മിൽ ഒരു മാച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, സോ മുമ്പ് നിങ്ങളായിരുന്നു അങ്ങോട്ട് ഒരുപാട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആ ഒരു ഒരേ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ആക്ച്വലി നിങ്ങളാണ് മാറിയത്. ഓക്കെ, ആൻഡ് ഡേയ്സ് ഓഫ് കപ്സ് എനർജി ഉണ്ട്. ഇപ്പോൾ അവർക്ക് നിങ്ങളോട് ഫീലിങ്സ് പറഞ്ഞ് മുന്നോട്ട് വരണം എന്നാണ് ആഗ്രഹം. ഒരുപാട് ഫീലിങ്സ് അവരുള്ളിൽ ഇപ്പോൾ ഡെവലപ്പ് ആവുന്നുണ്ട്. ഇപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് എന്താ നഷ്ടപ്പെടുത്തിയത് എന്നുള്ളതൊക്കെ. ഓക്കെ, ലവേഴ്സ് എനർജി വീണ്ടും വന്ന് നേരത്തെ ഉണ്ടായിരുന്നു. ഞാൻ വെയിറ്റ് ചെയ്താണ്, അത് വരികയാണെങ്കിൽ വരട്ടെ. യെസ്, വന്നിട്ടുണ്ട്. ഓക്കെ, ലവേഴ്സ് എനർജി ഉണ്ട്, 6 ഓഫ് കോയിൻസ് ഉണ്ട്. നിങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വരുന്ന ഒരു എനർജിയാണ്. ആൻഡ് പേഴ്സൺ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. അവർ നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം. നിങ്ങൾ തമ്മിൽ ആ റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് വേണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, 5 ഓഫ് കപ്സ് ആയിരുന്നു അത്. ഓക്കെ, കാർഡ് കാണിക്കാൻ പാടില്ല, ഉണ്ട്. സോ ഇവിടെ യെസ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ റീയൂണിയൻ ഉണ്ട്. നിങ്ങൾ പേഴ്സൺ തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ തിരിച്ചു വരുന്നു എന്നല്ല, കൂടുതൽ ഉണ്ടെങ്കിലും ഓക്കെ, കൂടുതൽ അടുപ്പം ഡെവലപ്പ് ആവുന്ന രീതിയിൽ എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, യെസ്, അവർക്ക് തീർച്ചയായിട്ടും റിഗ്രറ്റ് ഉണ്ട്. അവർ ചെയ്തു പോയ തെറ്റുകൾക്ക് അവർക്ക് ആ റിഗ്രറ്റോടെ അവർ തിരിച്ചു വരും. ഓക്കെ, അവർ മനസ്സിലാക്കി വരും. ലെറ്റ്സ് സീ അവരുടെ മെസ്സേജസ്. നമുക്ക് വേറെ എന്താ വരുന്നത് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ്. റണ്ണർ, ഹോൾഡിംഗ് ബാക്ക്, ഡിസഗ്രിമെൻറ്റ്സ്. ഒരേ കാർഡുകളാണ് വരുന്നത് കണ്ടോ. നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ സ്റ്റോറി നമുക്ക് കൺഫർമേഷൻസ് വരാം. മെൻഡ്, റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, കുറച്ച് പേർക്ക് യെസ് ടക്ക് ഞാൻ പറഞ്ഞിരുന്നു. ഡിസോണസ്റ്റി, 7 ഓഫ് സോർഡ്സ്, വാല്യൂസ്, ഗിൽറ്റി. നേരത്തെ പറഞ്ഞ 6 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ ആണ്. നിങ്ങൾക്ക് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ടെന്ന്. ഓക്കെ, അവരിപ്പോൾ നിങ്ങളുമായിട്ട് തിരിച്ച് ഒരേപോലെ നിങ്ങൾ അങ്ങോട്ട് എന്ത് കൊടുക്കുന്നു അതുപോലെ ഇപ്പോൾ തിരിച്ച് അവർക്ക് നിങ്ങൾക്ക് തരണം എന്നുണ്ട്. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം എന്നുണ്ട്. ഓക്കെ, ആൻഡ് ഗിൽറ്റി, യെസ്, ഐ ഫീൽ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ കോസ്റ്റ്. ഇപ്പോൾ അവർ നന്നായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എനർജി നിങ്ങളൊന്ന് മാറ്റി നോക്കൂ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടായാലും നിങ്ങളൊന്ന് ചെയ്ത് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് കാണും. അത് നിങ്ങൾക്ക് കുറേ കോൺഫിഡൻസ് കൊണ്ടുവരും. ആ കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് തിരിച്ച് പിടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്. റണ്ണർ, ഐ ഡോണ്ട് വാണ്ട് ടു റൺ എനി മോർ എന്നാണ് പറയുന്നത്. അവർക്കിനി ഓടാൻ ആഗ്രഹമില്ല എന്നാണ് പറയുന്നത്. ഇതുവരെ അവർ ഓടാൻ ശ്രമിക്കുകയായിരുന്നു. ബിക്കോസ് നിങ്ങൾ ചേസ് ചെയ്യായിരുന്നു. നിങ്ങൾ ചേസ് ചെയ്തുകൊണ്ട് അവർ ഓടി. ഓക്കെ, ഇപ്പം നിങ്ങൾ ചേസിങ് നിർത്തിയാൽ ഐ ഡോണ്ട് വാണ്ട് ടു റൺ എന്നാണ് പറയുന്നത്. സി ദാറ്റ് ഈസ് ദ തിങ്. ഓക്കെ, മനസ്സിലാക്കുക. ഹോൾഡിംഗ് ബാക്ക്, യെസ്, ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ് മൈസെൽഫ് ബെറ്റർ. ഞാൻ തുറന്ന് പറയണമായിരുന്നു കുറേ കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ട് നിങ്ങൾ തമ്മിൽ. ഐ വിഷ് യു വുഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ഐ ഫീൽ. നിങ്ങൾ തമ്മിൽ കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് പേഴ്സൻ്റെ ഭാഗത്തു നിന്നാണ്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന രീതിയിൽ. മെൻഡിങ്, ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ. യെസ്, അവർ കണക്ഷൻ ഫിക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ അവർ ആഗ്രഹിക്കുന്നു. റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് കുറച്ച് പേർക്ക്. ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ ഫൈനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ്. കുറച്ച് പേർക്ക് ഫൈനാൻഷ്യലി അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഒക്കെ കാര്യങ്ങളുണ്ട് കുറച്ച് പേർക്ക് കേട്ടോ. ഞാൻ പറഞ്ഞിരുന്ന ഒരു സ്റ്റക്കാണെന്ന്. കുറച്ച് പേർക്ക് ഫാമിലി അവർ മാരീഡൊക്കെ ആണെങ്കിൽ ആ സിറ്റുവേഷനിൽ അവർ സ്റ്റക്കാണ് എന്നുള്ളൊരു എനർജി ഉണ്ട്. ഡിസോണസ്റ്റി, ബൈ ലൈങ് ഐ റിപ്ഡ് അസ് അപ്പാർട്ട്. അവർ ചില കാര്യങ്ങൾ നിങ്ങൾ മറച്ചു. വലിയ വലിയ കാര്യങ്ങൾ ആവണമെന്നില്ല. ഓക്കെ, ചീറ്റിംഗ് ആവണം നിർബന്ധമില്ല. ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാതെ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, ചെറിയ ചെറിയ നുണകൾ അല്ലേ,
അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അത് പക്ഷേ എന്താണ് ഒരിക്കലും നമ്മൾ പറയില്ലേ ട്രസ്റ്റ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. സോ ആ ഒരു ഡിസോണസ്റ്റി അവർക്കറിയാം, അവർക്ക് മനസ്സിലാവുന്നുണ്ട് ദറ്റ് അവർ ചെയ്തത് നിങ്ങളെ തമ്മിലൊന്ന് ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അവർക്ക് തിരിച്ചറിയുന്നുണ്ട്. വി ഹാവ് ടു മെനി ഡിഫറൻസസ്. അവർക്ക് കുറച്ചൊരു ഡൗട്ട് ഉണ്ട് ദറ്റ് നമ്മൾ മേ ബി അവർ ഫൈനാൻഷ്യലി പോരാ, അല്ലെങ്കിൽ അവർക്ക് സെറ്റിൽഡ് അല്ല, നിങ്ങൾ ഒരുപാട് സെറ്റിൽഡ് ആണ്, ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ എവിടെയോ അവർ പോരാ എന്നൊരു ചിന്ത അവരോടിലുണ്ട്. ഓക്കെ, ബട്ട് എനിവേ ഇവിടെ നമുക്ക് കാണുന്ന അവർക്ക് മെൻഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ തമ്മിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, സോ ഡോണ്ട് വറി, തിരിച്ചു വരും. നിങ്ങൾ പേഴ്സണുമായിട്ട് സിറ്റുവേഷൻ ബെറ്റർ ആവും. ഇവിടെ നിങ്ങളിൽ മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവരാം. പേഴ്സൻ്റെ കാര്യം വിട്ടേക്കൂ. ഓക്കെ, നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണിത്. ഇത് നിങ്ങൾക്ക് മാറ്റങ്ങൾ നിങ്ങളിൽ കൊണ്ടുവരാം. ഓക്കെ, സോ അതാണ് വേണ്ടത്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.